കൃഷ്ണ ഗുരുവായൂരപ്പാ ശരണം. ഉച്ചപൂജ തൊഴുതെത്തിയിട്ടോ ഞാൻ. നല്ല സന്തോഷത്തിലാണ്. ഇന്ന് പൊന്നു ഗുരുവായൂരപ്പന് പഞ്ചഗവ്യാടലെ നവകം ഉച്ചപൂജ കളഭാലങ്കാരം എല്ലാം ഭംഗിയായിട്ട് നടന്നു. പൊന്നുണ്ണെ കാണാൻ നല്ല സന്തോഷത്തിലാണ്. ഇന്നത്തെ കളഭാലങ്കാരം കാണാൻ നല്ല കൗതുകമുണ്ട്. നല്ലൊരു മിടുമിടുക്കനായിട്ടൊരു ഉണ്ണിനെ ആ കളഭം കൊണ്ട് ചാർത്തിരിക്കണത് കേട്ടോ. കുഞ്ഞു കാലുമല്ല ആ പൊൻതളകൾ, നല്ല വീതിയുള്ള പൊൻതളകൾ ചാർത്തിയിട്ടുണ്ട്. പട്ടുകോണ കൊടുത്തിട്ടുണ്ട്. കിങ്ങിണി കുമ്പേനോട് ഇങ്ങനെ പറ്റി കിടക്കുന്നുണ്ട്. നല്ല തടിച്ചിട്ടുണ്ട്. മിടുക്കനൊരു ഉണ്ണി. എന്തൊരു ഭംഗിയറിയോ കാണാൻ. ആ കിങ്ങിണിയുടെ മോളിൽ നിന്ന് ഇങ്ങനെ സ്വർണ്ണത്തിലെ കസവിൻ്റെ ഇങ്ങനെ രണ്ട് തുടരെ മോളിൽ ഇങ്ങനെ വട്ടത്തിലോട്ടത് ഇങ്ങനെ താഴത്തേക്ക് ഇങ്ങനെ ഇതായിട്ട് ചാർത്തിയിട്ടുണ്ട്. അലിക്കുകൾ പോലത്തെ നല്ല രസമായിട്ട്. അതൊക്കെ നല്ല തിളക്കാ. ശ്രീലകത്തേക്ക് നോക്കിയാൽ ആകെ ഒരു തിളക്കാം. കസവിൻ്റെ ഒട്ടിച്ചതും സ്വർണ്ണാഭരണങ്ങളൊക്കെ ആയിട്ട് നല്ല തിളക്കാ നെയ്വിളക്കിൻ്റെ ശോഭയിൽ. അരയില് ഈ എന്താ കിങ്ങിണിയുടെ തൊട്ട് മുകളിൽ ഒരു കയറോണ്ട് കെട്ടിയിട്ടുണ്ട്. ചുവന്ന പട്ട് പോലത്തെ കയറോണ്ട് കെട്ടിയിട്ട് എന്താ അത് ഇടത്ത് ഭാഗത്തത് ആ ഒരല് അങ്ങനെ ദാമോദരനായിട്ടാണ് നമ്മുടെ പൊന്നുണ്ണി കാണാൻ ശ്രീലകത്ത് നിൽക്കണം കേട്ടോ. എന്ത് ഭംഗിയറിയോ കാണാൻ. ദാമോദരനായും കൊണ്ട് ആ എന്താ അരയിൽ കെട്ടിയ കയറിൻ്റെ ഏറ്റവും അപ്പുറത്തെ ഒരു ഒരല്, അത് ചന്ദനം കൊണ്ട് ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് വലിയൊരു ഒരല ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഒരലിൻ്റെ മുളക്കിൽ കെട്ടിയിട്ടുണ്ട്. അങ്ങനെ ദാമോദരനായിട്ട് പൊന്നുണ്ണി കാണുന്ന ശ്രീലകത്ത് നല്ല കൗതുകമുണ്ട് കാണാൻ. കഴുത്തിന് നല്ല ആഭരണങ്ങളൊക്കെ ധാരാളം. മുല്ലമുട്ടുമാല, പിന്നെ ഒരു നെക്ലൈസ് മാല, കഴുത്തിനോട് ചേർന്ന് വളയം പോലത്തെ മാലയൊക്കെ ചാർത്തിയിട്ട് എല്ലാം തിളങ്ങണമുണ്ട്. കൈവളകൾ, തോൾവളകളൊക്കെ ചാർത്തിയിട്ടുണ്ട്. വലത്തെ കയ്യിൽ ഒരു വെണ്ണൂറില യശോദമ്മ അപ്പാട് കൈ കൊടുത്തിട്ടുള്ള ആ വെണ്ണൂറിലും പിടിച്ചിട്ടാണ് നിൽക്കുന്നത്. ഇടത്തെ കൈ അരയിലിങ്ങനെ കുത്തി വെച്ചിരിക്കുകയാണ്. ആ ഒരു ലിമ്മിൽ കെട്ടി നിൽക്കണം. ആ ദാമോദരനായിട്ട് നിൽക്കണ കാണാൻ നല്ല കൗതുക, നല്ല സന്തോഷമാണ്. തൊഴുത് വന്നാട്ടോ നല്ല രസമായിട്ട് ചാർത്തിയിട്ടുണ്ട്. ചെവിയിൽ ചെവിപ്പൂക്കൾ, നെറ്റിമേൽ സ്വർണ്ണഗോപി, നല്ല മന്ദഹാസം, മിടുമിടുക്കനൊരു ഉണ്ണി. ആ വെണ്ണ കിട്ടിയ സന്തോഷമൊക്കെ ആ തിരുമുഖത്തുണ്ട് പൊന്നുണ്ണി കണ്ണൻ്റെ. അതുപോലെ കളഭം കൊണ്ട് പീലി അതുപോലെ ചാർത്തിയിട്ടുണ്ട്. തിരുമുടി മാലകൾ 3 ചാർത്തിരിക്കുന്നത്. ഒന്ന് വെളുത്തപ്പൂവും തെച്ചിപ്പൂവായിട്ടുള്ളത്, പിന്നെ ഒന്ന് വെളുത്തപ്പൂവും തെച്ചിപ്പൂവും തുളസിപ്പൂവായിട്ടുള്ളതൊന്ന്, ഒന്ന് തെച്ചിപ്പൂവും മാത്രമായിട്ടൊന്ന്, അങ്ങനെ 3 തിരുമുടി മാലകൾ ചാർത്തിയിട്ടുണ്ട്. അതുപോലെ കഴുത്തിൽ നല്ല ഭംഗിയുള്ള തടിച്ചുരുണ്ട ഒരു ഉണ്ടമാല ചാർത്തിയിട്ടുണ്ട്. അതെങ്ങനെയാ വെച്ചാൽ തെച്ചിപ്പൂവും തുളസിപ്പൂവും ഇടകലർന്ന് തെച്ചിപ്പൂ ധാരാളം കേട്ടോ. ഇടയിൽ ഇങ്ങനെ കുറച്ച് തുളസിപ്പൂവായിട്ട് നല്ല ഭംഗിയുള്ള ഒരു ഉണ്ടമാല കഴുത്തിലും ചാർത്തിയിട്ടുണ്ട്. അങ്ങനെ ആ 3 തിരുമുടി മാലകളും ആ ഒരു ഉണ്ടമാലയുടെ നടുവിൽ നമ്മുടെ പൊന്നുണ്ണി കണ്ണൻ ദാമോദരനായിട്ട് നിൽക്കുന്നത് നല്ല ഭംഗിയായിട്ട് ചാർത്തിയിട്ടുണ്ട്. കണ്ടാൽ തന്നെ നല്ല സന്തോഷമാവും. അതുപോലെ ആ തിരുമുടി മാലകളുടെ മോള് വിധാനമായിട്ട് 5-6 ഉണ്ടമാലകൾ ചാർത്തിയിട്ടുണ്ട്. ഒന്ന് താമര തുളസിയായിട്ട് ഒരു 3 പിന്നെ നല്ല കട്ടിയിൽ താമര മാത്രമായിട്ട് ഒരെണ്ണം, പിന്നെ കണ്ണനെ പ്രിയപ്പെട്ട തുളസിപ്പൂമായിട്ട് 2 5-6 ഉണ്ടമാലകൾ വിധാനമായിട്ടും ചാർത്തിയിട്ടുണ്ട്. ആ ശ്രീലകത്തേക്ക് ഇതൊക്കെ ആ പ്രഭയാണ്. ആ തിലകങ്ങളുടെയും മാലകളുടെ ഒക്കെ കണ്ണൻ്റെ പുഞ്ചിരി അതിലേറെ തിളങ്ങിയും കൊണ്ട് നല്ല രസമുണ്ട് കാണാൻ. ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ എന്നുള്ള പ്രാർത്ഥനയോട് കൂടി നാരായണീയം ദശകം 97 ശ്ലോകം 10 മലയാള വിവർത്തനം. മൂന്നംശാൽ സത്യലോകം രചിതമവിടജൻ നീ ഹരൻ താനും ഒന്നിൽ മീതേ ഒന്നായി ലസിപ്പൂ വിമല മുപരിയായി കാൺമോ വൈകുണ്ഠലോകം നീ അങ്ങും കാരണാം വസത്തിനുല്ലു മിടയർത്തൻ വീട്ടിലും ശുദ്ധസത്വ സച്ചിൽ ബ്രഹ്മാദ്വയാതമാം പവനപുരപതേ രോഗനാശം തരേണം. ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ. ശ്രീലകത്ത് ആ പൊന്നുണ്ണി കാണുന്നത് ദാമോദരനായിട്ടാണ് നിൽക്കുന്നത്. ആ കിങ്ങിണിയുടെ തൊട്ട് മുകളിൽ കുഞ്ഞി കയറോണ്ട് ഇങ്ങനെ കെട്ടിയിട്ടുണ്ട്. ആ കുഞ്ഞി കുമ്പേൻ്റെ മുകളിൽ അപ്പുറത്ത് അടുത്ത് ഭാഗത്തതാ ഒരു ഒരലുണ്ട്. ആ ഒരലിൻ്റെ മുകളിലൊക്കെയാണ് കെട്ടിയിരിക്കുന്നത്. ഉണ്ണിക്കണ്ണൻ ഈ ഒരലിമേൽ കെട്ടിച്ചിട്ട് ഒരു വിഷമമില്ല, സന്തോഷത്തോട് കൂടിയിട്ടാണ് നിൽക്കണത്. യശോദമ്മ സന്തോഷിപ്പിക്കാൻ കൈ നിറയെ വെണ്ണയും കൊടുത്തിട്ടുണ്ട്. ആ വെണ്ണൂറിലെയും കയ്യിൽ പിടിച്ച് നിൽക്കണം. ആ പൊന്നുണ്ണിക്കണ്ണനെ മനസ്സിൽ സ്മരിച്ചിട്ട് ആ തൃപ്പാദം ഉണ്ടല്ലോ, തളകെട്ടിയ തൃപ്പാദം, ആ മൃദുവായുള്ള തൃപ്പാദം, ആ തൃപ്പാദത്തിൻ്റെ അവിടെ നമസ്കരിച്ച് ആ തൃപ്പാദം രണ്ടും മുറുകെ പിടിക്കാം. ഭക്തന്മാർക്കുള്ളതാണ് കണ്ണൻ്റെ തൃപ്പാദം കേട്ടോ. മുറുകെ പിടിച്ച് ആ തിരുമുഖം നോക്കുക. പുഞ്ചിരി തൂകിയും കൊണ്ട് അനുഗ്രഹിച്ചു കൊണ്ടാണ് നിൽക്കുന്നത്. ആ പുഞ്ചിരി തൂകിയും കൊണ്ടുള്ള തിരുമുഖം നോക്കി ഉറക്ക നാമം ജപിക്കാം നമുക്ക്. കണ്ണൻ നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ. നാരായണ 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 ഹരേ ഹരേ.